സോഴ്സാണ് 2026 പബ്ലിക് എക്സാം. ഇനി നമുക്ക് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, മാസങ്ങൾ എന്ന് പറയാനൊന്നും ഒത്തിരി ഇല്ല. ഇപ്പൊ തന്നെ ഓൾറെഡി ജനുവരി പകുതി കഴിഞ്ഞു. ഇനി ഫെബ്രുവരി ഉടൻ തന്നെ മാർച്ചിൽ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇതിനോടൊപ്പം തന്നെ കുട്ടികൾ പഠിച്ചു തുടങ്ങേണ്ട സമയമൊക്കെ ആയി. പക്ഷെ നമുക്ക് അതിനൊന്നുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളത് എല്ലാവരെയും, മിക്ക കുട്ടികളെയും എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലുള്ള എല്ലാ കുട്ടികൾക്കും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട കുറേ പണികളാണ്. അതിന്റെ റെക്കോർഡ് ബുക്ക് എഴുതണം, അതിന്റെ സൈൻ ചെയ്യണം, പിന്നെ പ്രാക്ടിക്കലിന്റെ മെയിൻ എക്സാമിന് ഇപ്പൊ നടക്കാൻ പോവാ. ഇപ്പോൾ അതിന്റെ മോഡലൊക്കെ എല്ലാ സ്കൂളുകളിലും നടക്കുകയാണ്. നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള വലിയൊരു ടെൻഷൻ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് തീരുന്നത് വരെ എന്നുള്ളത് വളരെ ഒരു പ്രശ്നമായിട്ടുള്ള സംഭവം തന്നെയാണ്. ഇത് തീർന്നു കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് +2 പഠിക്കാൻ. പക്ഷെ ഇത് തീരുമ്പോഴത്തേക്ക് അടുത്ത മാസം ഏകദേശം പകുതിയോളം കഴിയും. അപ്പോഴത്തേക്കും മോഡൽ എത്തും നമ്മുടെ മെയിൻ എക്സാമിന്റെ തിയറിയുടെ. അന്നേരം നമ്മൾ അതിനു വേണ്ടി എന്തായാലും നന്നായിട്ടൊന്നും അന്നേരം പഠിച്ചു പോകാനുള്ള സമയം കിട്ടത്തില്ല. അതും അങ്ങ് ആ ടൈമിലൊക്കെ സ്കൂളിലൊക്കെ പോയി പിന്നെ മെയിൻ എക്സാം. ഇതിനിടയ്ക്ക് നിങ്ങൾക്കൊന്ന് ഫ്രീ ആയിട്ട് മനസ്സ് തുറന്ന് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതിന്റെ പേരിൽ തന്നെ ഈ വർഷത്തെ റിസൾട്ട് കഴിഞ്ഞ വർഷങ്ങളിലേക്കാളും റിസൾട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ പരാജയമാവുന്നവർ ഫെയിൽ ആവുന്നവരുടെ എണ്ണം കൂടാൻ വളരെ വലിയ സാധ്യതയുണ്ട്. ഇതിപ്പോ കുറെ വർഷങ്ങളായിട്ട് സീക്വൻസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡിക്രീസിങ് സീക്വൻസിലാണ് പോകുന്നത്. ജയിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന രീതിയും തോൽക്കുന്നവരുടെ എണ്ണം കൂടുന്നു. അത് ഈ വർഷം കൂടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാനുള്ള കാരണങ്ങൾ, ഇപ്പോഴത്തെ ലാസ്റ്റ് എക്സാം പോലും ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഏകദേശം എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിക്ക എക്സാം ഇത്തിരി ടഫായിട്ടാണ് കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ടീച്ചേഴ്സിന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും കുഴപ്പമില്ലായിരുന്നില്ല, നല്ലതാണെന്നൊക്കെ അവർ പറയും. പക്ഷെ പല കുട്ടികൾക്കും അത് അത്ര ഈസി ആയിരുന്നില്ല. കാരണം വേറൊന്നുമല്ല, അവർക്ക് പഠിച്ചെഴുതാനുള്ള സമയം കിട്ടിയില്ല എന്ന് അവർ പറയുന്നത്. പക്ഷേ ഇനിയിപ്പോ പബ്ലിക് എക്സാമിനും ഇതവർ പഠിക്കാതെ പോയിട്ട് കാര്യമൊന്നുമില്ല. ഇതിനുള്ള സമയം ഞാൻ പറഞ്ഞ പോലെയാണ്. സമയം നിങ്ങൾക്ക് ഇനി ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിനിടയ്ക്ക് കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ നന്നായിട്ട് മെനക്കിട്ടില്ലെങ്കിൽ റിസൾട്ട് വളരെ മോശമാവും. വളരെ വളരെ മോശമാണ് സാധ്യതയുണ്ട്. അത് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ല ഇത് കേട്ട് ആരും ടെൻഷനോ പേടിക്കുകയോ ഒന്നും ചെയ്യണ്ട. പക്ഷെ നിങ്ങൾ കരുതിയിരിക്കണം, നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അതിന്റെ റിസൾട്ട് മോശമാകാനുള്ള വളരെ സാധ്യതയുണ്ട്. ഇപ്പോൾ ആരാണ് തോക്കുന്നത് ജയിക്കുന്നതെന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ഏകദേശം 76, 77 ആ ഇതിലാണ് നിൽക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ഒരു 4-5 വർഷത്തിന് ഇടയ്ക്കുള്ളതിന്റെ ഏറ്റവും ചെറിയ റിസൾട്ടാണ് ഇത് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങളൊരു 76% കുഴപ്പമില്ലല്ലോ. എന്ന് പറയുമ്പോൾ 24% കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ട്. 24% എന്ന് പറയുമ്പോൾ അത്ര മോശമല്ലാത്തൊരു നമ്പർ തന്നെയാണ് കേട്ടോ. 75,000 മേളിൽ 80,000 അടുത്തൊക്കെ കുട്ടികളാണ് കഴിഞ്ഞ വർഷം ഫെയിൽ ആയത്. അതൊരു വലിയൊരു നമ്പർ തന്നെ അല്ലേ. അതിലും കൂടുതൽ ഫെയിൽ ആകാനുള്ള സാധ്യത ഇപ്പോഴത്തെ ഈ രീതിയിൽ കൂടെ പോയാൽ ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ എന്റെ ലക്ഷ്യം. അവിടെ കുട്ടികൾ പഠിക്കുന്നവർ നന്നായിട്ട് പഠിച്ചോണം. അതുപോലെ മാർക്ക് ചെറുതായിട്ട് ഉള്ള രീതിയിൽ കൂടെ ജയിക്കാനുള്ള രീതിയിൽ കൂടെ പഠിച്ചിട്ട് പോകാന്ന് പറഞ്ഞാൽ വലിയൊരു റിസ്ക് ആണ്. അതുകൊണ്ട് ഡബിൾ പാസ് എന്നുള്ളതിനേക്കാളും കൂടുതൽ ഡബിൾ മാർക്ക് കിട്ടുന്ന രീതിയിൽ കൂടെ നിങ്ങൾ സെക്യൂർ ആയിട്ട് പോയെങ്കിൽ മാത്രമേ കുഴപ്പമില്ലാതെ ഫെയിൽ ആവുമെന്നൊക്കെ എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ അവരൊക്കെ നന്നായിട്ട് മെനക്കെട്ട് എപ്പോഴും രാവിലെ എഴുന്നേറ്റ് പഠിക്കുകയോ ഇല്ലെങ്കിൽ വൈകിട്ട് കൂടുതൽ സമയം ഇരുന്ന് പഠിക്കുക എന്നുള്ള വർക്ക് തന്നെ ചെയ്യണം. നിങ്ങൾ പഠിക്കുന്നതിന് കൂടെ കുറച്ച് മൊബൈലും ഒക്കെ എടുത്തിങ്ങനെ കുറെ റീൽസും കണ്ട് സമയം പോയി കഴിഞ്ഞാൽ നമ്മൾ ആ സമയമായിരിക്കും നാളെ പഠിക്കാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് റീൽസ് കാണാൻ തുടങ്ങും. പിന്നെ ആ ക്ഷീണം എല്ലാം കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങും. അന്നത്തെ ദിവസം നമ്മൾ നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, എണ്ണിയാൽ കുറച്ച് എന്തുകൊണ്ട് ഇനി നമുക്കൊരു 40 ദിവസം മാക്സിമം ഇല്ല. അപ്പോൾ 40 ദിവസം ഇല്ല നമ്മുടെ പബ്ലിക് എക്സാം എത്താൻ. അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒത്തിരി പണിയുണ്ട്. അല്ല നിങ്ങൾ ചുമ്മാ ഇരിക്കുകയല്ല. ഫ്രീ ആയിരുന്നെങ്കിൽ ഓക്കെ, ഇത്രയും ദിവസം ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്ന് പഠിക്കുക. ഈ പ്രാക്ടിക്കൽ ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ടായിരുന്നുവെങ്കിൽ, തിയറി എക്സാം കഴിഞ്ഞിട്ടാണ് പ്രാക്ടിക്കൽ എങ്കിൽ നിങ്ങൾക്ക് നല്ല പോലെ തിയറി എക്സാം പഠിക്കാൻ വേണ്ടി മുഴുവൻ ടൈം യൂസ് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല. ഇതിനിടയ്ക്ക് ഇത്രയും പണിയുണ്ട്. ഇത്രയും പണി തീരുമ്പോഴത്തേക്ക് നിങ്ങൾ പബ്ലിക് എക്സാമിന് മുന്നിൽ എത്തിപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഈ കിട്ടുന്ന എപ്പോഴൊക്കെയാണോ ഗ്യാപ്പ് അന്നേരം എല്ലാം നന്നായിട്ടിരുന്ന് പഠിച്ചോണം. ഇല്ലെങ്കിൽ ഈ വർഷത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 76 താഴെ പോവാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 74 73 ഒക്കെ എത്തിക്കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 95,000 കുട്ടികൾ ഫെയിൽ ആവും എന്നർത്ഥം. അത് വലിയൊരു പേടിപ്പെടുത്തുന്ന നമ്പർ തന്നെയാണ് കേട്ടോ. 95,000 പേര് തോക്കുക അല്ലെങ്കിൽ 90,000 പേര് തോക്കുക എന്നൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ
അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഇനി ഗവൺമെന്റ് ഭാഗത്തു നിന്ന് എന്തെങ്കിലും ജയിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വലിയൊരു മോശവും നാശവും തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മളിപ്പോ ജയിക്കാൻ യോഗ്യത ഇല്ലാത്ത ഒരാളെ ജയിപ്പിച്ച് വിട്ടാലും പണി കിട്ടും. കാരണം അവർ അടുത്ത കോഴ്സിൽ പോയി ജോയിൻ ചെയ്യും, അവിടെ ക്യാഷ് കൊടുക്കും വലുതായിട്ട്, പിന്നെ അവിടെ അതിലും കൂടുതൽ പഠിക്കാനുണ്ടാവും, അവിടെ അവർക്ക് പറ്റാതെ വരും. അതുകൊണ്ട് നന്നായിട്ട് ഇപ്പോഴേ പഠിച്ച് നല്ലൊരു കോഴ്സ് അടുത്ത വർഷത്തെ കണ്ടെത്തുക. നമ്മൾ ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ +2 കഴിഞ്ഞിട്ടുള്ള പല കോഴ്സുകളെ കുറിച്ചും സാധ്യതകളെ കുറിച്ചും എല്ലാം നമ്മുടെ ഈ ചാനലിൽ കൂടെ കൃത്യമായിട്ട് തരും. എല്ലാവരും മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നന്നായിട്ട് പഠിക്കാനുള്ള മനസ്സ് അങ്ങോട്ട് ഓരോ ദിവസം കൂടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.